സ്നേഹസംഗീതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈശോയ്ക്കായി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ബഥനി സിസ്റ്റേഴ്സിനും സ്വാഗതം. ഇന്ന് ജൂലൈ 29, നമ്മുടെ ബഥനി സന്യാസിനി സമൂഹത്തിന് ഏറെ പ്രിയപ്പെട്ട ദിവസം. യേശുനാഥൻ ഏറെ സ്നേഹിച്ച, വിശ്രമിക്കാനായി തിരഞ്ഞെടുത്ത ബഥനിയിലെ വിശുദ്ധരുടെ ഓർമ്മ പെരുന്നാൾ. വിശുദ്ധ മർത്ത, വിശുദ്ധ മറിയം, വിശുദ്ധ ലാസർ, ഈ നാമങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സ്നേഹത്തിൻ്റെയും ആതിഥ്യ മര്യാദയുടെയും സുന്ദരമായ ഒരു ചിത്രമാണ്. അതെ, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അവിടുന്ന് വിശ്രമിക്കാനും ആശ്വസിക്കാനും തിരഞ്ഞെടുത്ത, അവിടുത്തോട് നിരന്തരം പ്രത്യുത്തരിച്ചു കൊണ്ടിരുന്ന ആ കൊച്ചു വീടിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം. നമ്മുടെ പുണ്യപിതാവ് ധന്യൻ മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത വിഭാവനം ചെയ്ത ബഥനി ചൈതന്യത്തിൻ്റെ ഉറവിടം ഈ വിശുദ്ധരുടെ ജീവിതമാണ്. പ്രാർത്ഥനയും സേവനവും കൊണ്ട് ഈശോയ്ക്ക് വിരുന്നൊരുക്കിയ ആ പുണ്യഭവനത്തിൻ്റെ സ്മരണകൾ പുതുക്കി ഈ തിരുനാൾ ദിനത്തിൽ സ്നേഹസംഗീതം നമ്മിലേക്ക് പകരുന്നത് ആത്മീയതയുടെ മനോഹരമായ ഈണങ്ങളാണ്. യേശുദേവൻ വിശ്രമിച്ച ലാസറിന്റെ ഭവനമുള്ള ബഥനി എന്ന ഗ്രാമം ഒരു പഴയ ജൂതനാമം. ഗാന്ധിജി തൻ ജീവിതം പകർത്തിവച്ചോരാൾ, ശാന്തിനികേതനം മനസ്സിൽ ഏന്തി നിന്നൊരാൾ. ഗാന്ധിജി തൻ ജീവിതം പകർത്തിവച്ചോരാൾ, ശാന്തിനികേതനം മനസ്സിൽ ഏന്തി നിന്നോരാൾ. പമ്പ പാടിയൊഴുകും ഋഷ്യമോഹഗിരിയരികിൽ പുണ്യമായൊരാശ്രമം പണിഞ്ഞ് ലളിതമായി. ബഥനിയാശ്രമം പതിതർക്കെന്നും ആശ്രയം. ബഥനിയാശ്രമം പതിതർക്കെന്നും ആശ്രയം. ബഥനി എന്ന നാമം ഒരു പഴയ ഗ്രാമനാമം.
പകർന്ന താപസൻ, കാവിയിട്ട ക്രൈസ്തവ പുരോഹിതൻ സ്വയം, ഭാരതീയ ദർശനം പകർന്ന താപസൻ, കിഴക്കുമേക്കും കഴിവും ധന്യമായ മലങ്കരയിൽ ഭദ്രമാം തപോവനം പണിഞ്ഞു വാനിയോസ്. ബഥനിയാശ്രമം ഹൃദയശാന്തി മന്ദിരം, ബഥനിയാശ്രമം ഹൃദയശാന്തി മന്ദിരം. ബഥനി എന്ന നാമം ഒരു പഴയ ഗ്രാമനാമം, യെരുശലേമിനരികിൽ ഗലീലയായ്ക്കുമിടയിൽ യേശുദേവൻ വിശ്രമിച്ച ലാസറിന്റെ ഭവനമുള്ള ബഥനി എന്ന ഗ്രാമം ഒരു പഴയ ജൂതനാമം. എന്തായിരുന്നു ബഥനി? യേശുവിന് തൻ്റെ പരസ്യ ജീവിതത്തിലെ അലച്ചിലുകൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ ഒന്ന് മനസ്സു തുറക്കാൻ, വിശ്രമിക്കാൻ കിട്ടിയ ഒരിടമായിരുന്നു ബഥനിയിലെ ആ വീട്. അവിടെ 3 വ്യത്യസ്ത വ്യക്തികളെ നമുക്ക് കാണാം. വിശുദ്ധ മർത്ത, എപ്പോഴും സജീവമായി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നവൾ, അതിഥികളെ പരിചരിക്കുന്നതിൽ അതീവ തൽപരയായ വീട്ടമ്മ. വിശുദ്ധ മറിയം, യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രവിക്കാൻ കൊതിച്ച ശാന്ത സ്വഭാവമുള്ള സഹോദരി. വിശുദ്ധ ലാസർ, യേശുവിൻ്റെ കണ്ണീരിനും വലിയ അത്ഭുതത്തിനും സാക്ഷിയായ പ്രിയ സുഹൃത്ത്. പ്രാർത്ഥനയും കർമ്മവും പ്രത്യാശയും ഒരുപോലെ സമ്മേളിച്ച ഇടമായിരുന്നു ബഥനി. യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് വചനം ശ്രവിച്ച മറിയത്തിൻ്റെ ആത്മീയതയും ഓടി നടന്ന് ശുശ്രൂഷ ചെയ്ത മർത്തയുടെ കർമ്മധീരതയും യേശുവിൻ്റെ ആത്മമിത്രമായിരുന്ന ലാസറിൻ്റെ സ്നേഹവും ചേരുന്നതാണ് നമ്മുടെ ബഥനി ചൈതന്യം. പീലികളാടും പോർസ്ലേൻ പുരിയിൽ നാർദീൻ തെന്നൽ വീശും യോർദാൻ കരയിൽ ഒലീവിലപ്പീലികളാടും പോർസ്ലേൻ തെന്നൽ വീശും യോർദാൻ കരയിൽ പതികനായോരതിഥിയായി നാഥനെത്തി ബഥനിയിൽ, നാഥനെത്തി ബഥനിയിൽ.
പാകിയ മുറ്റത്ത് തൃപ്പാദ മുദ്രകൾ പതിയവേ ആകുലമായൊരു മാർത്തമാനസം കർമ്മവീഥിയിൽ പ്രേഷിതയായി ആർദ്രമായൊരു മേരി ഹൃദയം യേശു പാദേ തപസ്വിനിയായി മൃതികവർണ്ണലാസറിനായേ തിരുമിഴി നിറഞ്ഞൊഴുകിയിടവേ ഇരുളുമൂടിയ ജീവനഭസിൽ ഉയിരിനൊളിയായി ബഥാനിയ സ്വർഗാരോഹണവാതിലായി താപസ ജീവിത നാമമായി പീലികളാടും ഓർശ്ലേം പുരിയിൽ നാദീ തെന്നൽ വീശും യോർദാൻ കരയിൽ പീലികളാടും ഓർശ്ലേം പുരിയിൽ തെന്നൽ വീശും യോർദാൻ കരയിൽ പതികനായൊരതിഥിയായി നാഥനത്തി ബഥനിയിൽ നാഥനത്തി ബഥനിയിൽ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹസംഗീതം എപ്പോഴും ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ബഥനിയിലെ ആ കൊച്ചു വീട്ടിൽ മുഴങ്ങിക്കേട്ടതും സ്നേഹത്തിന്റെ സംഗീതമായിരുന്നു. യേശുവിന്റെ പാദാന്തികത്തിലിരുന്ന് വചനം ശ്രവിച്ച മറിയത്തിന്റെ നിശബ്ദത ഒരു സംഗീതമായിരുന്നു. ഈശോയ്ക്കും ശിഷ്യന്മാർക്കുമായി സ്നേഹത്തോടെ വിരുന്നൊരുക്കിയ മർത്തായുടെ അധ്വാനവും ഒരു സംഗീതമായിരുന്നു. ആ സ്നേഹത്തിനു മുന്നിൽ മരണം പോലും തോറ്റുപോയ ലാസറിന്റെ ജീവിതവും ഒരു വലിയ സാക്ഷ്യമായിരുന്നു. ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് ലോകത്തിനു മുൻപിൽ ഈ സ്നേഹസംഗീതം പൊഴിക്കുന്നവരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പ്രാർത്ഥനാലയങ്ങളിലെ നിശബ്ദതയും വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും സാമൂഹ്യ സേവന മേഖലകളിലുമുള്ള നമ്മുടെ അധ്വാനവും ഒരുപോലെ ഈശോയ്ക്കുള്ള സംഗീതമായി മാറട്ടെ. ബഥനി മലനിരകൾ ബഥനി മലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും. മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും. ബഥനി മലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും. മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും. ബഥനി മലനിരകൾ പണ്ടു പണ്ടൊരു നാളിൽ ഈ വഴി വന്നൊരാചാര്യൻ. ഈ വഴി വന്നൊരാചാര്യൻ
പണ്ഡിതൻ വരപൂരിതൻ ഗുരുമാറിവാനിയോസ് പഞ്ചമങ്ങൾ കീർത്തനങ്ങൾ പാടുമീ വനിയിൽ പർണശാലയൊരുക്കിയന്നാമാമുനി തുല്യൻ ബഥനി മലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും ബഥനി മലനിരകൾ. അന്ധകാരം വിട്ടുമോചനപാത തേടിയിടും സ്വന്ത മക്കൾ തൻ ദുസ്ഥിതി കണ്ടു മനമുരുകി പ്രാർത്ഥനകളും നോമ്പുമേകിയൊരാത്മബലമതിനാൽ പ്രാപ്തനായി ഭവാൻ മോചനവീഥി കണ്ടെത്താൻ ബഥനി മലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും ബഥനി മലനിരകൾ. മോശ മരുഭൂവിൽ ജനതയെ വഴി നയിച്ചതുപോൽ മോക്ഷവീഥിയതിൽ പ്രിയരെ ആനയിച്ചു ഭവാൻ ആശ തൻ പുതുനാമ്പു നൽകി തന്റെ കൂട്ടത്തെ രക്ഷ തൻ സങ്കേതത്തിൽ കൊണ്ടുപോയി ധന്യൻ ബഥനി മലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും ബഥനി മലനിരകൾ. നമ്മുടെ സമർപ്പണത്തെയും ഈശോയോടുള്ള ആഴമായ സ്നേഹത്തെയും ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനം നമുക്കിപ്പോൾ സ്നേഹസംഗീതത്തിലൂടെ ശ്രവിക്കാം.
തപസ്സു ചെയ്യാൻ കൂടുകെട്ടി ഞങ്ങൾ. കുരിശിലെ വിളി കേട്ടു വീടു വിട്ടു ഞങ്ങൾ. കഠിന തപസ്സു ചെയ്യാൻ കൂടുകെട്ടി ഞങ്ങൾ. ജ്ഞാനലീല ചിത്തരായി വരുന്ന ദിവ്യ ജ്ഞാനവചനാമൃതം നുകർന്നരുവേലം. ജ്ഞാനലീല ചിത്തരായി വരുന്ന ദിവ്യ ജ്ഞാനവചനാമൃതം നുകർന്നരുവേലം. ബദനി മക്കൾ ഞങ്ങൾ, ബദനി മക്കൾ, ബദനി മക്കൾ ഞങ്ങൾ, ബദനി മക്കൾ. നിറഞ്ഞു കിടക്കുന്ന വയലിനെന്തു ഭംഗി. വിളവെടുക്കാനോ വേലക്കാർ ചുരുങ്ങി. നിറഞ്ഞു കിടക്കുന്ന വയലിനെന്തു ഭംഗി. വിളവെടുക്കാനോ വേലക്കാർ ചുരുങ്ങി. കർഷകനാം ക്രിസ്തു വിളിക്കവേ ഞങ്ങൾ ഹർഷചിത്തരായി ജോലിക്കിറങ്ങാൻ തയ്യാറായി. കർഷകനാം ക്രിസ്തു വിളിക്കവേ ഞങ്ങൾ ഹർഷചിത്തരായി ജോലിക്കിറങ്ങാൻ തയ്യാറായി. ബദനി മക്കൾ ഞങ്ങൾ, ബദനി മക്കൾ, ബദനി മക്കൾ ഞങ്ങൾ, ബദനി മക്കൾ. പുതിയ ഭൂമി തീർക്കും, പുതിയ വിണ്ണിരിക്കും. പച്ചവെള്ളം വീഞ്ഞാൽ തീർന്ന പോലെ മാറും. പുതിയ ഭൂമി തീർക്കും, പുതിയ വിണ്ണിരിക്കും. പച്ചവെള്ളം വീഞ്ഞാൽ തീർന്ന പോലെ മാറും. സ്വർഗീയ ജെറുസലേം താഴ്വരയിലൊരിക്കൽ കുഞ്ഞാടുകളായി ഞങ്ങൾ വീഞ്ഞു നടന്നിടും. സ്വർഗീയ ജെറുസലേം താഴ്വരയിലൊരിക്കൽ കുഞ്ഞാടുകളായി ഞങ്ങൾ വീഞ്ഞു നടന്നിടും. ബദനി മക്കൾ ഞങ്ങൾ, ബദനി മക്കൾ, ബദനി മക്കൾ ഞങ്ങൾ, ബദനി മക്കൾ. മാറിവാനിയോസ്താദൻ മലങ്കര സഭയാ
അതെ, ആ ഗാനം ഓർമ്മിപ്പിച്ചതുപോലെ ഈശോയ്ക്ക് വസിക്കാൻ യോഗ്യമായ ഇടങ്ങളായി നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റികളും മാറണം. പരിഭവങ്ങളില്ലാതെ ശുശ്രൂഷ ചെയ്യാനും പ്രതിസന്ധികളിൽ ഈശോയുടെ പാദങ്ങളിൽ അഭയം കണ്ടെത്താനും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സ്ഥാപക പിതാവ് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി നമ്മെ പഠിപ്പിച്ച ആ വലിയ ദർശനം, ദൈവമേ ഞങ്ങൾ നിന്റേതാകുന്നു എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ടു പോകാം. ലോകമെമ്പാടുമുള്ള നമ്മുടെ മിഷൻ കേന്ദ്രങ്ങളിൽ ഈശോയുടെ സ്നേഹത്തിന്റെ സുഗന്ധം പരത്താൻ നമുക്ക് സാധിക്കട്ടെ.
നമ്മുടെ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ആർദ്രയ്ക്കും ജനറൽ കൗൺസിലേഴ്സിനും പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനും പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭാ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ബഥനി സിസ്റ്റേഴ്സിനും നോവിസസിനും പ്രീ നോവിസസിനും എല്ലാ കാൻഡിഡേറ്റ്സിനും അഭ്യുദയകാംക്ഷികൾക്കും തിരുവനന്തപുരം പ്രോവിൻസിന്റെയും ബത്സ് മീഡിയയുടെയും ഹൃദയം നിറഞ്ഞ തിരുനാൾ മംഗളങ്ങൾ. പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബഥനി തിരുനാൾ മംഗളങ്ങൾ. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്കും സ്നേഹത്തിന്റെ ഉദാത്തതയിലേക്കും നമ്മെ വിളിക്കുന്ന വിശുദ്ധമായ അനുഭവമാണ് ബഥനി ഫീസ്റ്റ്. സുവിശേഷത്തിൽ യേശു തമ്പുരാന് ഏറ്റവും പ്രിയപ്പെട്ട അഭയകേന്ദ്രമായിരുന്നു ബഥനി ഭവനം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും എന്ന ക്രിസ്തുമൊഴിയുടെ പൂർത്തീകരണമാണ് ബഥനിയിൽ നാം കാണുന്നത്. മാർത്തായുടെ സമർപ്പണ ബോധമുള്ള ആതിഥ്യ മര്യാദയും ഗുരുപാദത്തിലിരുന്ന് ദൈവവചനം ശ്രവിച്ച മറിയത്തിന്റെ പ്രാർത്ഥനാ ജീവിതവും പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു എന്ന ക്രിസ്തു സത്യത്തിന്റെ വെളിപ്പെടുത്തലായ ലാസറിന്റെ പുനർജീവനവും ചേർന്നതാണ് ബഥനിയുടെ ആധ്യാത്മികത. കർമ്മവും പ്രാർത്ഥനയും പ്രത്യാശയും സമന്വയിക്കുന്ന ഈ വചനാനുഭവമാണ് നമ്മുടെ ദൈവവിളിയുടെയും ശുശ്രൂഷയുടെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. നമ്മുടെ പുണ്യപിതാവ് ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി കണ്ട ദർശനം ഈ ബഥനി ചൈതന്യത്തിലൂടെ ലോകത്തിൽ കൂടുതൽ പ്രകാശിതമാക്കാനാണ് ബഥനിയിലൂടെ നാം പരിശ്രമിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന കർത്താവിന്റെ ആഹ്വാനം ഉൾക്കൊണ്ട് സ്നേഹവും കരുണയും പറ്റാത്ത മനസ്സോടെ സമൂഹത്തിൽ ജീവന്റെ സാക്ഷികളാകാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിസന്ധികളും നിരാശകളും നിറയുന്ന ഈ കാലഘട്ടത്തിൽ സഹജീവികൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഭവനങ്ങളായി നമ്മുടെ ജീവിതങ്ങളെയും സമൂഹങ്ങളെയും മാറ്റാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാൾ ദിനത്തിൽ എല്ലാ ദൈവാനുഗ്രഹവും ബഥനി വിശുദ്ധരുടെ മാധ്യസ്ഥവും പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രോവിൻസിന്റെ പേരിൽ ഏവർക്കും ഒരിക്കൽ കൂടി തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വീണ്ടും ബഥനി തിരുനാൾ നമ്മെ തേടിയെത്തി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ബഥനി തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. ബൈബിളിലെ ബഥനി ഒരു ഗ്രാമം മാത്രമായിരുന്നില്ല. യേശുവിന് വിശ്രമവും സ്നേഹവും സൗഹൃദവും നൽകിയ ഭവനം കൂടിയായിരുന്നു. അവിടെ മാർത്തായുടെ സേവനമുണ്ടായിരുന്നു, മറിയത്തിന്റെ ദൈവാന്വേഷണം ഉണ്ടായിരുന്നു, ലാസറിന്റെ പുനരുജ്ജീവനത്തിന്റെ സാക്ഷ്യമുണ്ടായിരുന്നു. ബഥനി എന്നത് യേശുവിന് എപ്പോഴും സ്വാഗതം ലഭിച്ച ഒരു ഇടമായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും അതുപോലെയുള്ള ബഥനികളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരക്കുകൾക്കിടയിലും ദൈവവചനം ശ്രവിക്കുവാൻ സമയം കണ്ടെത്തുന്ന മറിയത്തിന്റെ മനസ്സ് നമ്മിലുണ്ടാകട്ടെ. പരാതിയില്ലാതെ സ്നേഹത്തോടെ സേവിക്കുന്ന മാർത്തായുടെ കരങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ സജീവമാകട്ടെ. നിരാശയും മരണസമാനമായ അനുഭവങ്ങളും പ്രത്യാശയിലേക്ക് ഉയർത്തുന്ന ലാസറിന്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. ഓരോ അതിഥിയിലും ദരിദ്രരിലും സഹോദരരിലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഭവനങ്ങളാകട്ടെ നമ്മുടെ ഭവനങ്ങൾ. ഇന്നത്തെ ബഥനിക്കുള്ള ആഹ്വാനം ഇതാണ്: യേശുവിന് കടന്നു വരുവാൻ തുറന്ന വാതിലുകളാവുക. പ്രാർത്ഥനയും സേവനവും സ്നേഹവും ഒരുമിച്ച് വിരിയുന്ന സമൂഹങ്ങളാകുക. മുറിവേറ്റവരെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പുതുജീവൻ പകരുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ ഭവനങ്ങളാവുക. അപ്പോൾ നമ്മുടെ ബഥനി ഒരു സ്ഥലമല്ല, ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവനുള്ള സുവിശേഷമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും നിന്റെ സാന്നിധ്യം നിറഞ്ഞ
പുതിയ ബഥനിയാക്കി തീർക്കണമേ. അങ്ങനെ ഞങ്ങൾ ബഥനിയുടെ കരുത്തുറ്റ മക്കളും മാർ ഇവാനിയോസ് പിതാവിന്റെ ഏറ്റവും ഹൃദയപൂർവ്വം മാർ ഇവാനിയോസ് പിതാവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളുമായി പരിണമിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ബഥനി ഫീസ്റ്റിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് സിസ്റ്റർ ആർദ്ര, മദർ ജനറൽ. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പാട്ടുകൾ അവസാനിച്ചാലും ബഥനിയിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങിയ ആ സംഗീതം നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും മുഴങ്ങിപ്പടരട്ടെ. മർത്തായുടെ ശുശ്രൂഷ ചൈതന്യവും മറിയത്തിൻ്റെ പ്രാർത്ഥനാഭിമുഖ്യവും ലാസറിൻ്റെ ആത്മബന്ധവും നമ്മുടെ സമർപ്പണ ജീവിതത്തിന് എന്നും വഴികാട്ടിയാകട്ടെ. നമ്മുടെ വന്യപിതാവ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് തുണയായിരിക്കട്ടെ. സ്നേഹസംഗീതത്തിൻ്റെ ഈ പ്രത്യേക പതിപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്മ നിറഞ്ഞ ഒരു തിരുനാൾ ദിനം ആശംസിക്കുന്നു. ബഥനി വിശുദ്ധരുടെ മാധ്യസ്ഥം എന്നും നമുക്ക് കാവലായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ സിസ്റ്റർ പ്രസൂന SIC.